ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലവ് കട്ട്. നമ്മളൊരു ഏലിയൻ ഫ്രോക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ട് പോയി. അപ്പം നമുക്ക് കുറച്ച് ഭംഗി വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചായിരുന്നു. അപ്പം ഈ കളറിന് ചേരുന്നത് ഒരു സിൽവർ കളറിലെ സ്റ്റോൺ ആണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ സിൽവർ കളറിലെ സ്റ്റോൺ വാങ്ങിച്ചു. അപ്പം നമുക്ക് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. ഇത് ഞങ്ങൾ വാങ്ങിച്ച സ്റ്റോൺസ് ഇനി ഞങ്ങൾ പശ വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ പശ ഈ സ്റ്റോണിലോട്ട് ഒട്ടിക്കുക, എന്നിട്ട് ഈ ഡ്രസ്സിലോട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ വലിയ ഡിസൈൻ ഒന്നും കൊടുക്കുന്നില്ല, ചുമ്മാ സ്കാറ്ററായിട്ട് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതാണ് കുറച്ചുകൂടെ ഭംഗി കാണാനായിട്ട്. പ്ലെയിൻ തുണിയായതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗി എടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഞങ്ങൾ ഒട്ടിച്ച് തീർത്തെന്ന് കാണാം. ഇപ്പം ഇത്രയും ഞങ്ങൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളിത് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റോണിലോട്ട് ഈ പശ ഒട്ടിച്ചു കൊടുക്കുക. കുറച്ച് പശ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നത് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പശ പോലൊക്കെ കാണുന്നതായിട്ട് തോന്നും. പക്ഷെ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് പൊക്കോളും, വൃത്തിയോടൊന്നും വരത്തില്ല. അപ്പം അത് ഓർത്ത് പിടിക്കണ്ട. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. നമ്മൾ നെഞ്ചിൻ്റെ അവിടം വരെ ഒട്ടിച്ചിട്ടുള്ളൂ, താഴോട്ടൊന്നും അങ്ങനെ ഒട്ടിച്ചിട്ടില്ല. താഴോട്ട് ദേ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. പിന്നെ ദേ കയ്യിലൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഒരു നല്ല ഭംഗിയില്ല കാണാൻ.